യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ പാലക്കാട്ടും വ്യാപകമായ ക്രമക്കേട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഫണ്ട് വ്യാപകമായി ചെലവഴിച്ചുവെന്നാണ് ആരോപണം. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് മുക്കൽ നടന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ ഉയർത്തുന്നത്. ഈ വയനാട് ഉണ്ടായ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്ത ഫണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അതും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിന് നേതൃത്വം നൽകിയെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വരുന്നു. തീർച്ചയായിട്ടും ഗൗതമ, ഈ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് പാലക്കാടും വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വലിയ രീതിയിൽ ഉയരുന്ന ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിവിധ ജില്ലകളിൽ ഈ ഫണ്ട് ശേഖരണം നടന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിവോട് തന്നെയാണ് ഈ ഫണ്ട് ശേഖരണമൊക്കെ നടന്നിരുന്നത്. അതിൽ ഈ ഫണ്ട് പാലക്കാട് പലതരത്തിൽ വകമാറ്റിയവർ ചിലവഴിച്ചു, അതല്ലെങ്കിൽ ഈ വയനാട്ടിലേക്ക് എന്ന് പറഞ്ഞ് പിരിച്ച ഫണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വ്യാപകമായി ചെലവഴിച്ചു എന്നുള്ളതാണ് ഒരു വിഭാഗം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. 2.5 ലക്ഷം നിയോജക മണ്ഡലം കമ്മിറ്റികൾ പിരിക്കണം, 2.5 ലക്ഷം രൂപ ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളും പിരിക്കണം എന്നായിരുന്നു നിർദ്ദേശം. ഇത് പ്രകാരം വിവിധ ചലഞ്ചുകളിലൂടെ, അതായത് ഈ ബിരിയാണി ചലഞ്ച്, അതുപോലെ തന്നെ വീടുകൾ കയറി ഇറങ്ങി ന്യൂസ് പേപ്പറുകളും മറ്റും ശേഖരിച്ച് അതിൽ നിന്ന് പണം കണ്ടെത്തൽ, അങ്ങനെ വിവിധ ചലഞ്ചുകളിലൂടെയും മറ്റും ഈ ദുരിതാശ്വാസ പുനരധിവാസത്തിനായി തുക കണ്ടെത്തണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ തുക കൃത്യമായി കൈമാറിയില്ല എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തു വിടണം എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഈ ബിരിയാണി ചലഞ്ചിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ച അല്ലെങ്കിൽ സ്വരൂപിച്ച പണം അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ ചെലവഴിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ന പേരിൽ പിരിച്ച തുക, ഈ ബിരിയാണി ചലഞ്ചും മറ്റുമൊക്കെ നടത്തി ഉണ്ടാക്കിയ തുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചെലവഴിച്ചു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. വയനാട് ദുരിതാശ്വാസം എന്ന പേരിൽ പിരിച്ചെടുക്കുന്ന പണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ തിരിമറി കാണിച്ചുവെന്ന വിമർശനം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.